Hello guys, today I am going to teach French knot, long French knot, ring knot, bullion knot. Okay, first we will start French knot, how to stitch. Now we will start. Now I will start French knot, okay? എന്നിട്ട് ഈ ലെഫ്റ്റ് കയ്യിൽ ഇങ്ങനെ വെച്ച് 1 2 കുത്തിയിട്ട് സെൻറ്ററിൽ കുത്തുക. അതൊക്കെ നമ്മൾ താഴേക്ക് വലിക്കാം. ഇത്ര. നെക്സ്റ്റ് ഐ വിൽ ടീച്ച് ലോങ് ഫ്രഞ്ച് നോട്ട്. ആദ്യം നമ്മളിവിടെ ഒരു കുത്തുക, മേലിലേക്ക് എടുക്കുക. എന്നിട്ട് എത്ര ലെന്ത് വേണം, ഇത്രയും വേണോ അത് ഇത്രയും മതിയോ, അങ്ങനെ നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് നമ്മൾ ലോങ് ആയിട്ട് എടുത്തിട്ട്, ഞാൻ ഇത്രയും ലോങ് ആയിട്ട് എടുക്കാം. എന്നിട്ട് അവിടെ നോക്കി എത്ര വേണ്ടതെന്ന് വെച്ചാൽ അവിടെ 2 കറക്കി താഴെ പുള്ളി ചെയ്ത് സ്ലോലി താഴേക്ക് വലിക്കാം. ഇതാണ് വലിച്ച് താഴേക്ക് കൊണ്ടുവരിക. അപ്പം ലോങ് ഫ്രഞ്ച് നോട്ട് എത്ര നീളം വേണോ അതനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഒരു നോട്ടും കൂടെ ഞാൻ കാണിച്ചു തരാം. ലോങ് നോട്ട് കുത്തി നമുക്ക് എത്ര നീളം വേണോ അതനുസരിച്ച് എടുത്തിട്ട് ലെഫ്റ്റ് കൈ കൊണ്ട് പതുക്കെ 1 2 കൊടുത്തിട്ട് താഴേക്ക് പതുക്കെ. ലോങ് നോട്ടായി. ഓക്കെ, നെക്സ്റ്റ് ഐ വിൽ ടീച്ച് റിംഗ് നോട്ട്. ഓക്കെ, നൗ ഐ വിൽ സ്റ്റാർട്ട് റിംഗ് നോട്ട്. ഓക്കെ, ആദ്യം നമ്മളൊരു നൂലിങ്ങനെ മേളിലേക്ക് വലിക്കുക. അതിനുശേഷം ലെഫ്റ്റിലേക്ക് കൈ ഇത് പിടിക്കുക. എന്നിട്ട് ഇതിൽ ഒരു റൗണ്ട് അടിക്കുക. എന്നിട്ട് അതിന് നേരെ സെൻറ്ററിൽ ഒരു കുത്തു കൊടുക്കുക. പതുക്കെ വലിക്കുക. അപ്പം തന്നെ ഒരു ഇതള് പോലെയായി. ഇങ്ങനെ പതുക്കെ വലിക്കുക. നമുക്ക് എത്ര സൈസ് വേണോ അത്രയും സൈസ്. അല്ല, ഇതാണ് റിംഗ് നോട്ട്. അല്ല, ഓക്കെ, നെക്സ്റ്റ് ഐ വിൽ ടീച്ച് ബുള്ളറ്റ് നോട്ട്. കുത്തുക, സെൻറ്ററിൽ കുത്തി ഇറക്കുക. നിദാനം വഴിക്കുക. എന്നിട്ട് എത്ര ലെന്ത് വേണം അതിനനുസരിച്ച് എത്ര ലെന്ത് വേണോ അതിനനുസരിച്ച് സെൻറ്ററിൽ കുത്തി അതായത് ഈ റൗണ്ട് ഇതിലേക്ക് കയറ്റുക. എന്നിട്ട് പതുക്കെ വലിക്കുക. അപ്പം നമുക്ക് നോട്ട് വേണം. ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിൽ ഒരു കുത്ത് കൊടുക്കുക, താഴോട്ട് വയ്ക്കുക. ബുള്ളറ്റ് നോട്ട് ആയി. പതുക്കെ ചെയ്ത് പഠിച്ചാൽ മതി ഇത്. ഓക്കെ, താങ്ക് യു. Thank you so much for watching my video. Please subscribe and like. God bless you.